ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. PSC ബുള്ളറ്റിൻ വന്നിട്ടുള്ള എൻറിച്ച് യുവർ GK എന്ന പാർട്ടിലുള്ള പ്രസ്താവന ചോദ്യങ്ങളാണ്. വരുന്ന ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 25 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കുറഞ്ഞ താങ്ങുവിലയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഏത്? കുറഞ്ഞ താങ്ങുവില. വാണിജ്യ വിളകൾക്ക് ഇത് ബാധകമല്ല. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. കാരണം ഇത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഏത് പിന്നെ ഏത് താങ്ങുവില, ഏത് കാർഷിക വിലയ്ക്കാണ് എപ്പോഴും എത്ര രൂപ കൊടുക്കണം, ഏതൊരു ഇൻഷുർ ചെയ്തതാണ്. അതായത് കർഷകർക്ക് കൃഷിയുടെ ഈ കാർഷിക വിളകളുടെ വില ക്രമേണ ഇടിഞ്ഞു താഴുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കർഷകരെ സഹായിക്കുന്നതിന് ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നതാണ് ഈ ഒരു കുറഞ്ഞ താങ്ങുവില എന്നത്. അപ്പോ ഇതിനകത്ത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസോവ കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസോവ് കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എവിടെയാണ് അസോവ് കടൽ സ്ഥിതി ചെയ്യുന്നത്? ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാം, ഉക്രൈനും റഷ്യയും തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പൊ അസോവ് കടൽ സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലും റഷ്യയിലുമാണ്. ദെൻ ഇന്ത്യയിലെ ഇനി പറയുന്ന ബയോസ്ഫിയർ റിസർവുകൾ പരിഗണിക്കുക. ഒന്നാമത്തത് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്, ദെൻ പന്ന ബയോസ്ഫിയർ റിസർവ്, സിംലിപാൽ ബയോസ്ഫിയർ റിസർവ്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്? ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ്, അതായത് ശരിയായ പൊരുത്തപ്പെടുന്ന ജോഡി നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തത് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ 1 ശരിയാണ്. ദെൻ പന്ന ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്ന സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്ന സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അടുത്തത് സിംലിപാൽ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. സോ അത് ശരിയാണ്. അപ്പൊ 1ഉം 3ഉം എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ദെൻ വ്യക്തിത്വം തിരിച്ചറിയുക. ഒന്നാമത്തത്, ഇന്ത്യൻ ക്ലാസിക്കൽ ഗായകനും പ്രശസ്ത കഥക് നർത്തകനുമാണ്. കഥക് നർത്തകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഓപ്ഷൻ വെച്ചിട്ട്. ന്യൂഡൽഹിയിലെ കഥക് കേന്ദ്രത്തിന്റെ തലവനായിരുന്നു. 1986 പത്മവിഭൂഷൺ ലഭിച്ചു. ഇതാരാണ്? ഇത് വെച്ചിട്ട് തന്നെ കഥക് തന്നിട്ടുള്ളതിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ആണ്. ആരാണ്? പണ്ഡിറ്റ് ബിർജു മഹാരാജ്. നെക്സ്റ്റ്, മെലിസയെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തത്, ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു റോബോട്ടാണോ മെലിസ? ദെൻ ആന്റിബോഡിയോ ആന്റിജന്റെയോ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനയാണിത്. അത് ശരിയാണോ? തെറ്റാണ്. ഒരു മുറിയിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണ് മെലിസ. തെറ്റാണ്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല ഏത്? മെലിസ. അപ്പൊ മെലിസ എന്താണ്? ലൈം എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രോഗനിർണയ ടെസ്റ്റ് ആണ് മെലിസ. ദെൻ അടുത്തത്, ഹിപ്പോക്രാറ്റിക് സത്യപ്രതിജ്ഞയെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, പുരാതന ഗ്രീക്ക് വൈദ്യനായ ഹിപ്പോക്രാറ്റസ് എഴുതിയതാണെന്ന് വിശ്വാസപ്പെടുന്ന പുതിയ മെഡിക്കൽ ബിരുദധാരികൾക്കുള്ള ഒരു ധാർമ്മിക കോഡാണ് ഹിപ്പോക്രാറ്റിക് സത്യപ്രതിജ്ഞ. അടുത്തത്, മെഡിക്കൽ പ്രാക്ടീസ് നടത്തുന്നതിനുള്ള വഴികാട്ടിയായി ഇത് കോൺവൊക്കേഷൻ ചടങ്ങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഡിഗ്രി ധാരണ ചടങ്ങാണിത്. കോൺവൊക്കേഷൻ ചടങ്ങിൽ എടുക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാണ് ശരിയായിട്ടുള്ളത്? തന്നിരിക്കുന്നതിൽ ഹിപ്പോക്രാറ്റിക് സത്യപ്രതിജ്ഞ എന്നത് 2 പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അതായത് പുരാതന ഗ്രീക്ക് വൈദ്യനായ ഹിപ്പോക്രാറ്റസ് എഴുതിയതാണ് ഈ ഒരു മെഡിക്കൽ ബിരുദധാരികൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ധാർമ്മിക കോഡ്, പ്രതിജ്ഞയായിട്ട് കൊടുക്കുന്നതാണിത്. ദെൻ മെഡിക്കൽ പ്രാക്ടീസ് നടത്തുന്നതിനുള്ള വഴികാട്ടിയായിട്ടാണ് ഇത് കോൺവൊക്കേഷൻ ചടങ്ങിൽ എടുക്കുന്നത്.
അടുത്തത് തെറ്റായവ തിരഞ്ഞെടുക്കുക. ഒന്ന് ഗ്രഹം തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ ഉപഗ്രഹം തന്നിട്ടുണ്ട്. ചന്ദ്രൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉപഗ്രഹമാണ്. ദെൻ അടുത്തത് ഒന്നാമത്തത് വ്യാഴം. വ്യാഴത്തിൻ്റെത് കാലിസ്റ്റോയാണ്, നമുക്കറിയാം. ദെൻ ശനി ഡയോൺ. ദെൻ ചൊവ്വ ഡീമോസ്. നെപ്റ്റ്യൂൺ മിറാൻഡ. തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റായത്? തെറ്റായത് നെപ്റ്റ്യൂൺ മിറാൻഡ എന്ന ഓപ്ഷനാണ്. മിറാൻഡ ഏതിന്റെ അല്ല? നെപ്റ്റ്യൂണിന്റെ അല്ല, പകരം യുറാനസിൻ്റെതാണ് മിറാൻഡ എന്ന ഉപഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ATL സ്പേസ് ചലഞ്ചിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തത് ISRO CBSE എന്നിവയുടെ സഹകരണത്തോടെ നീതി ആയോഗാണ് ഇത് ആരംഭിക്കുന്നത്, ഇത് വിക്ഷേപിക്കുന്നത്. 6 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ വിവിധ ഡേറ്റ ഏജ് സ്പേസ് ടെക്നോളജി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ദൗത്യം പ്രാപ്തരാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ ഓരോ ടീമിനും കുറഞ്ഞത് 3 വിദ്യാർത്ഥികളെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീം അയോഗ്യരാക്കപ്പെടും. ഈ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ATL സ്പേസ് ചലഞ്ചിനെ പറ്റി പറയുന്ന പ്രസ്താവന? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ATL സ്പേസ് ചലഞ്ചിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. അതായത് ISRO CBSE എന്നിവയുടെ സഹകരണത്തോടെ നീതി ആയോഗാണ് ATL സ്പേസ് ചലഞ്ച് ആരംഭിക്കുന്നത്. 6 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഡേറ്റ ഏജ് സ്പേസ് ടെക്നോളജി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ ദൗത്യം ഉപയോഗിക്കുന്നത്. ദെൻ ഈ സ്കീമിന് കീഴിൽ ഓരോ ടീമിലും കുറഞ്ഞത് എത്ര വിദ്യാർത്ഥികൾ വേണം? 3 വിദ്യാർത്ഥികളെങ്കിലും വേണം. അടുത്തത്, ഇനി പറയുന്നവയിൽ ഏതാണ് മണ്ണൊലിപ്പുള്ള ഭൂമി രൂപങ്ങൾ അഥവാ ഭൂരൂപങ്ങൾ? വെള്ളപ്പൊക്ക സമതലകം, എക്സ്കേഴ്സ്, കൂൺപാറകൾ, സ്പിറ്റ്സ്. ഏതാണ്? കൂൺ, മഷ്റൂം റോക്സ് അഥവാ കൂൺ പാറകളാണ് മണ്ണൊലിപ്പുള്ള ഭൂരൂപങ്ങള്. അടുത്തത്, ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഒന്നാമത്തത് എംബ്രോയിഡറി തന്നിട്ടുണ്ട്, പലതരത്തിലുള്ള എംബ്രോയിഡറീസ് തന്നിട്ടുണ്ട്. അവ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏതാണ് അതിന്റെ ജന്മസ്ഥലം എന്നുള്ളത് സംസ്ഥാനവും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയെന്നാണ് സെലക്ട് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ചിക്കൻകരി എവിടെയുള്ളതാണ്? ഉത്തർപ്രദേശിലുള്ളതാണ് ചിക്കൻകരി എന്ന എംബ്രോയിഡറി. അടുത്തത് ഷാമിലാമി എവിടെയാണ്? മണിപ്പൂരിലാണ് ഷാമിലാമി. ദെൻ പിപ്ലി ഒഡീഷയിലെ എംബ്രോയിഡറി ആണ്. അടുത്തത് ഗോട്ട ഗുജറാത്തിലേതാണ്. ഇത് തെറ്റായിട്ടുള്ളതാണ്. ഗോട്ട ഗുജറാത്തിലേതല്ല. ഗോട്ട എവിടത്തേതാണ്? ഗോട്ട രാജസ്ഥാനിലേതാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ എംബ്രോയിഡറി ശരിയാണ്? ചിക്കൻകരി ഉത്തർപ്രദേശ് ശരിയാണ്, ഷാമിലാമി മണിപ്പൂർ ശരിയാണ്, പിപ്ലി ഒഡീഷ ശരിയാണ്. അപ്പോ 1, 2, 3 എന്നിവ ശരിയായ ആൻസർ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്തത്, കേരള വനിതാ കമ്മീഷനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തേത്, ഒരു ചെയർപേഴ്സണും പരമാവധി 6 അംഗങ്ങളുമായി രൂപീകരിച്ചതാണ് കേരള വനിതാ കമ്മീഷൻ. 1990-ലെ വനിതാ കമ്മീഷൻ ആക്ടിലെ വനിതാ കമ്മീഷൻ ആക്ടിലെ സെക്ഷൻ 5 പ്രകാരം രൂപീകരിച്ച ഒരു നിയമപരമായ സ്ഥാപനമാണിത്. ശ്രീമതി സുഗതകുമാരിയാണ് ഇതിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ്? ഒന്ന് ശരിയാണോ? ഒന്ന് തെറ്റാണ്. കാരണം ഒരു ചെയർപേഴ്സണും പരമാവധി 6 അംഗങ്ങളല്ല, പകരം പരമാവധി എത്ര അംഗങ്ങളെ ഉള്ളൂ? പരമാവധി 5 അംഗങ്ങളെ ഉള്ളൂ. ചെയർപേഴ്സൺ ഉൾപ്പെടെ ചോദിക്കുകയാണെങ്കിൽ മൊത്തം 6 അംഗങ്ങൾ കേരള വനിതാ കമ്മീഷനിലുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ള 2ഉം 3ഉം ആണ് തന്നിട്ടുള്ളതിൽ പ്രസ്താവന ശരി. അത് ഇതിൽ നമുക്ക് കൊടുക്കാം. ഓപ്ഷൻ തന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 2ഉം 3ഉം. ഓപ്ഷൻ ബി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, അടുത്തത്, 1904 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ്? 1904 ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഫീനിക്സ് ഫാം ആണ്. വ്യക്തിത്വം തിരിച്ചറിയുക. ഒന്നാമത്തത് 3 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇത് വച്ചിട്ട് നമ്മൾ വ്യക്തിത്വം തിരിച്ചറിയുക. ഈ സ്വാതന്ത്ര്യ സമര സേനാനി 1897 ജനുവരി 23 കട്ടക്കിൽ വെച്ചാണ് ജനിച്ചത്. ദെൻ സിവിൽ സർവീസിന് യോഗ്യത നേടിയെങ്കിലും ജോലി ഉപേക്ഷിച്ചു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ജനുവരി 23 വെച്ചിട്ട് നമുക്കറിയാം രാജ്യസ്നേഹ ദിനം അല്ലേ? ദേശസ്നേഹ ദിനമാണ്. ദേശസ്നേഹി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസ് ആണ് വ്യക്തി. അടുത്തത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് നിർത്തലാക്കി. ദെൻ ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സിവിൽ സർവീസിലേക്കുള്ള നിയമനം എന്ത് ചെയ്തു? നിർത്തലാക്കി. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? തന്നിരിക്കുന്ന 2 പ്രസ്താവനയും ശരിയാണ്. കാരണം 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് നിർത്തലാക്കി. സ്റ്റേറ്റ് സെക്രട്ടറി സിവിൽ സർവീസിലേക്കുള്ള നിയമനം എന്താ ചെയ്തു? നിർത്തലാക്കി. അടുത്തത് ഇനി പറയുന്ന വിയറ്റ്നാം, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗിക പൊതു അവധിയാണ്. അതേസമയം അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഔദ്യോഗിക അവധിയല്ല. ഓക്കെ, ഇതിനകത്ത് അഫ്ഗാനിസ്ഥാനൊന്നും എന്ത് ചെയ്തില്ല? വനിതാ ദിനം ആഘോഷിക്കുന്നത് പോലും ഇല്ല. അപ്പൊ ഈ 3ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം റഷ്യയിലൊക്കെ വനിതാ ദിനം ആചരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. തന്നിട്ടുള്ളതിൽ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, 1ഉം 2ഉം. നെക്സ്റ്റ്, തന്നിട്ടില്ല ക്വസ്റ്റ്യൻ, ഓപ്ഷൻസിൽ തന്നിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ശരിയായിട്ടുള്ളത് 2 പ്രസ്താവനകളേ ഉള്ളൂ. 1ഉം 2ഉം ആണ്. ഓക്കെ, അടുത്തത് ബത്തുക്കമ്മയെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ബത്തുക്കമ്മ സംബന്ധിച്ച് ഇതൊരു പുഷ്പോത്സവമാണ്. ഇത് സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള ഉത്സവമാണ്. തെലങ്കാനയിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? പുഷ്പോത്സവമാണ് ഇത് ബത്തുക്കമ്മ എന്നത്. സ്ത്രീത്വത്തിന് വേണ്ടിയിട്ടുള്ള ഉത്സവമാണ്. ദെൻ തെലങ്കാനയിലാണ് ഇത് ആഘോഷിക്കുന്നത്. തന്നിരിക്കുന്ന 3 പ്രസ്താവനയും ശരിയാണ്. സോ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. 1, 2, 3. സൗരോർജവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുതലായവയെ ഇനിപ്പറ്റി പറയുന്ന ജോഡികൾ വെച്ചിട്ട് നമ്മൾ നോക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതി. എന്താണ്? വലിയ തോതിലുള്ള പുനരുപയോഗ ഊർജ്ജശേഷി കൂട്ടിച്ചേർക്കലിന്റെ ഗ്രിഡ് സംയോജനത്തെ പിന്തുണയ്ക്കുന്നു. അപ്പൊ വലിയ തോതിലുള്ള പുനരുപയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതി ഉപയോഗിക്കുന്നത്. ശരിയായ പദ്ധതിയാണ്, ശരിയായ പ്രസ്താവനയാണ്. സെൻട്രൽ പബ്ലിക് അണ്ടർടേക്കിംഗ് സ്കീം അഥവാ CPSU എന്നത് എന്താണ്? ആഭ്യന്തരമായി നിർമ്മിച്ച സെല്ലുകളും മൊഡ്യൂളുകളും മാത്രമേ പദ്ധതിക്കായി ഉപയോഗിക്കൂ. എവിടെ? സെൻട്രൽ പബ്ലിക് അണ്ടർടേക്കിംഗ് സ്കീമിൽ. അതും ശരിയാണ്. റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം 2022 കൂടി സോളാർ റൂഫ് ടോപ്പ് പദ്ധതികളിലൂടെ 40,000 മെഗാവാട്ട് സംഭരിത ശേഷി കൈവരിക്കും എന്നതാണ് റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ ജോഡികളും എന്താണ്? ശരിയാണ്. അപ്പൊ എന്താണ് ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതി? വലിയ തോതിലുള്ള പുനരുപയോഗ ഊർജ്ജശേഷി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഗ്രിഡ് സംയോജനം പിന്തുണയ്ക്കുന്നതാണ് ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതി. സെൻട്രൽ പബ്ലിക് അണ്ടർടേക്കിംഗ് സ്കീം വഴി ആഭ്യന്തരമായി നിർമ്മിച്ച സെല്ലുകളും മൊഡ്യൂളുകളും മാത്രമേ പദ്ധതിക്ക് ഉപയോഗിക്കത്തുള്ളൂ. 2022 കൂടി സോളാർ ടോപ്പ് പദ്ധതി വഴി 40,000 മെഗാവാട്ട് സംഭരിത ശേഷി കൈവരിക്കാൻ പോകുന്ന പദ്ധതിയാണ് റൂഫ് ടോപ്പ് സോളാർ പ്രോഗ്രാം. അടുത്തത് ഇനി പറയുന്നവയിൽ ഏതാണ് ഭക്ഷ്യ പ്രതിസന്ധികളെ കുറിച്ചുള്ള ആഗോള റിപ്പോർട്ട് 2020 പ്രസിദ്ധീകരിച്ചത്? 1 യൂണിസെഫ്, ലോക സാമ്പത്തിക ഫോറം, ഭക്ഷ്യ പ്രതിസന്ധികൾക്കെതിരായ ഗ്ലോബൽ നെറ്റ്വർക്ക് അഥവാ ലോക ബാങ്ക്. ഇതിനകത്ത് ഏതാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ഭക്ഷ്യ പ്രതിസന്ധികൾക്കെതിരായ ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ് എന്തിന് 2020 ഭക്ഷ്യ പ്രതിസന്ധികളെ കുറിച്ചുള്ള ആഗോള റിപ്പോർട്ട് പ്രഖ്യാപിച്ചത്. ദെൻ ഒരു ഗവർണർ തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത്? ഒരു ഗവർണർ തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസിഡന്റിനാണ് നൽകുന്നത്. അടുത്തത് ശീതീകരണത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശീതീകരണം, റെഫ്രിജറേഷൻ എന്നതാണ് ഇംഗ്ലീഷ്. ഇത് ബാക്ടീരിയകളെ കൊല്ലുന്നു. ഇത് ബാക്ടീരിയയെ നിഷ്ക്രിയമാക്കുന്നു. ഇത് ബാക്ടീരിയയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നു. എന്താണ് റെഫ്രിജറേഷനെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന?
ആൻസർ ഓപ്ഷൻ ബി ആണ്, മൂന്നാമത്തെയാണ്. എന്താണ്? അത് ബാക്ടീരിയയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്, റെഫ്രിജറേഷൻ അഥവാ ശീതീകരണം. ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം വന്നത് എന്നാണ്? ഏത് വർഷമാണ് നിലവിൽ വന്നത്? നിലവിൽ വന്നത് ഓപ്ഷൻ സി ആണ്, 1972 നെക്സ്റ്റ് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് താഴെ പറയുന്നവരിൽ ആരാണ് ഈ ആവശ്യത്തിനായി കുടുംബനാഥൻ? അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കുടുംബനാഥൻ 1982 റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് കുടുംബനാഥൻ എന്നത്? 2013 നിയമം അനുസരിച്ച് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 18 വയസ്സിന് മുകളിലുള്ള ഏറ്റവും പ്രായം കൂടിയ വനിതാ അംഗമാണ് 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ചിട്ട് കുടുംബനാഥൻ. ഏത്? റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട കുടുംബനാഥൻ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പനികൾക്കും ഓർഗനൈസേഷനുകൾക്കും അവരുടെ പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക ഉപകരണങ്ങൾ നൽകുന്ന ISO ഫാമിലി മാനദണ്ഡങ്ങളിൽ ഇനി പറയുന്നവ ഏതെന്നാണ്? ഏത് ISO ആണ് നൽകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏത് വരും? ISO 14000 ആണ്. ISO 14000. ഓക്കെ, എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.